ഒരു കാലത്ത് ഫുട്ബോളിന്റെ ഈറ്റില്ലമായിരുന്നു കണ്ണൂർ. ദേശീയ ഫുട്ബോളിന്റെ വരെ നെടുനായകത്വം വഹിച്ച നാട്. ഇന്ന് ആ പ്രതാപം കണ്ണൂരിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫെഡറേഷൻ കപ്പ് ഫുട്ബോൾ അടക്കം നടന്ന ജവഹർ സ്റ്റേഡിയം ഇന്ന് ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് വരെ മാറി. എന്താണ് കണ്ണൂരിലെ കാൽപന്ത് കളിക്ക് സംഭവിച്ചത്? ഇത്രയും പിന്നോക്കം പോകാനുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വന്നു ചേർന്നത്? ഫുട്ബോൾ എന്നത് കണ്ണൂരിന്റെ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളം കൂടിയായിരുന്നു. ആ അടയാളം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ ഫുട്ബോൾ പെരുമയെ നമുക്ക് തിരിച്ചു പിടിച്ചേ മതിയാകൂ. അതിന് നേതൃത്വം വഹിക്കാൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനാണ് ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിയുക. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പുനഃസംഘടിപ്പിച്ചു. VK അബ്ദുൾ നിസാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. റിട്ടയർഡ് പോലീസ് ഡെപ്യൂട്ടി കമാൻഡന്റാണ് VK അബ്ദുൾ നിസാർ. ഒരു സേനയെ ചിട്ടയോടെ നയിച്ചതിൻ്റെ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. അതേ ചിട്ടയോടെ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനെയും നയിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ആ പഴയ പ്രതാപകാലം വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കാം. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ് കേരളത്തിൽ. ജനുവരിയോടെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ കരാർ ഏറ്റെടുത്ത കമ്പനികളിലൊന്നായ മേഘ കൺസ്ട്രക്ഷൻസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ചുമതലക്കാരൻ കൂടിയാണ് VK അബ്ദുൾ നിസാർ. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് VK അബ്ദുൾ നിസാറാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫുട്ബോളിനെ കുറിച്ചും ദേശീയപാതയെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് VK അബ്ദുൾ നിസാർ നമ്മളോട് സംസാരിക്കും. സ്വാഗതം VK അബ്ദുൾ നിസാർ. ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റായി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം എന്താണ് നമുക്ക് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഒരു പ്രാഥമിക പഠനം താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? എവിടെയാണ് നമ്മൾ പാളിപ്പോയത്? ഞങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കത്ത ഫുട്ബോൾ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ലീഗ് ഫുട്ബോളൊക്കെ നടക്കുന്നതും വളരെ നിറഞ്ഞ ഗാലറികളിലൊക്കെ നടക്കുന്നതും പ്രശസ്തരായ താരങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കൽക്കത്ത ലീഗായിരുന്നു. അത് കഴിഞ്ഞാൽ കണ്ണൂർ തന്നെയായിരുന്നു. കണ്ണൂരിൻ്റെ ക്ലബിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. ലക്കി സ്റ്റാർ ക്ലബ്ബ്, സ്പിരിറ്റഡ് യൂത്ത്സ്, ബ്രദേഴ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പ്രതാപം കണ്ണൂരിൽ നശിച്ചിട്ടുണ്ട്. അതിനെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഏതെങ്കിലും ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കണ്ണൂരിന് ഒരുപാട് മൈതാനങ്ങളില്ലാതെ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും വൈകുന്നേരങ്ങളിലായാൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു നാട്ടുപ്രദേശങ്ങളായാലും കണ്ണൂരിൽ വന്നു കഴിഞ്ഞാൽ കോട്ട മൈതാനത്ത് നിന്ന് അറിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു. കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനം, എല്ലാ സ്ഥലങ്ങളിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അഴീക്കിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പോൾ മലവ്, മണൽ, അവിടെയൊക്കെ എല്ലാം ഫുട്ബോളായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ പല കാരണങ്ങളും കൊണ്ട് നാട്ടുപ്രദേശത്തുള്ള സ്ഥലങ്ങളൊക്കെ കൃഷിയൊക്കെ നിർത്തി വീടുകളൊക്കെ വന്നു. അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ കോട്ട മൈതാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമുക്ക് അതിനോടൊന്നും ഒരു എതിർക്കപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണൂർ ഇന്ത്യൻ ഡിഫൻസിൻ്റെ കയ്യിലുള്ള സ്ഥലമാണ്. അവരെ പറയുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു രാഷ്ട്രസ്നേഹത്തിൻ്റെയും കൂടി ഭാഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ട് നശിച്ചത് ഒരു കാരണം തന്നെയാണ്. ഇവിടുത്തെ ക്ലബ്ബ് ഫുട്ബോളുകൾക്ക് നയമൂല്യച്യുതിക്ക് വരാനുണ്ടായ ഒരു കാരണം.
അപ്പോൾ ക്ലബ്ബുകളുടെ ഒരു നല്ല രീതിയിലുള്ള പിന്നെ ക്ലബ്ബുകളല്ലാതിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി ഫാൻസ് കുറയാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ കൽക്കത്ത ഫുട്ബോൾ പറഞ്ഞതുപോലെ തന്നെ പിന്നെ കണ്ണൂർ പറഞ്ഞു. ഇപ്പോൾ മുൻകാലങ്ങളിൽ ബോംബെ ഹാർഡ്വുഡ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വലിയ ടൂർണമെൻറ്റുകളാണ്. ബോംബെ ടാറ്റാസും അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഓർക്കെ മിൽസ്, ഇങ്ങനെയൊക്കെ ടീമുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കണ്ണൂരിൽ കൽക്കത്തയിൽ ഉണ്ടായിരുന്ന അത്രയും ഫാൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ ഒരു ഒരു വലിയ കമ്പനികളുടെ ടീമുകളായിരുന്നു. ഇവിടെ ക്ലബ്ബാണ്. കണ്ണൂരിലെ ലക്കി സ്റ്റാർ ക്ലബ്ബ്, സ്പിരിറ്റ് യൂട്ട്സ്, ബ്രദേഴ്സൊക്കെ കളിക്കുന്ന സമയത്ത് നിറഞ്ഞ ഗാലറികളാണ്. കൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാനൊക്കെ കളിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണൂരിൻ്റെ പുറങ്ങളിലും ഉൾനാടുകളിലൊക്കെ ഫുട്ബോളിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ആയിരുന്നു എല്ലാം. അവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്ലേയേഴ്സുകൾ വരുന്നില്ല എന്നുള്ളത് ഒരു കാരണമാണെങ്കിലും, പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് സ്കൗട്ടിംഗ് ഒക്കെ നോക്കിയിട്ട് എടുത്ത് നമ്മൾ അക്കാഡമികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പരിശോധിച്ച് കൊണ്ടുവരാനുള്ള പറ്റും. അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാലിശമായ വാദമാണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും, ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ കളി കാണുമ്പോൾ നമ്മൾ മറ്റ് പ്രദേശങ്ങളിലുള്ള ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയാലോ അല്ലെങ്കിൽ യൂറോപ്യൻ ബണ്ടസ് ലീഗ, അതുപോലെ തന്നെ ലാലിഗ, ഈ കളികളൊന്നും കാണാറുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പത്രത്തിലെവിടെയെങ്കിലും വായിച്ച അറിവല്ലാതെ. ഇന്നെല്ലാവരും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ടി വിയുടെ മുന്നിൽ ഇരുന്ന് കളി കാണുമ്പോൾ കളിയുടെ സ്റ്റാൻഡേർഡ് ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഒരു കാരണമാണെന്ന്, അതും ഒരു കാരണമായിരിക്കാമെന്ന് പറയുമ്പോഴും നമ്മളോട് മറുചോദ്യം ചോദിക്കാറുണ്ട്. എല്ലാ സെവൻസ് ടൂർണമെൻറ്റും നിറഞ്ഞ ഗാലറികളാണല്ലോ. അപ്പോൾ ആ ഒരു വാദത്തിന് അർത്ഥമില്ല എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും അസോസിയേഷൻ, ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ ഒരുപാട് പ്രോജക്റ്റുമായിട്ട്, പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കുകയാണ്. കാരണം നമുക്കിത് ഈ കണ്ണൂർ ഫുട്ബോളിനെ തിരിച്ച് കൊണ്ടുവന്നേ പറ്റൂ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ണൂർ ഫുട്ബോൾ ഒരു കാലത്ത് ഭയങ്കര ആരവമായിരുന്നു. വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ ശ്രീനാരായണ ഫുട്ബോൾ ഉണ്ടായിരുന്നു, ഇൻ്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ നടന്നു കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഏത് ടൂർണമെൻറ്റ് ഇവിടെ നടന്നു കഴിഞ്ഞാലും നിറഞ്ഞ ഗാലറികളിൽ കളിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും കണ്ണൂരേക്ക്. ആ ഒരു കാലഘട്ടം പോയി. അപ്പോൾ ഇന്നത്തെ പുതിയ ജനറേഷനോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇപ്പോഴുള്ള ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ്റെ കാലം കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ കണ്ണൂർ ചരിത്രത്തോടും കണ്ണൂരുള്ള ഫുട്ബോളിനോടും ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിന് ചെയ്യാൻ പറ്റിയ പ്രാപ്തരായ ഒരു ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ്. അപ്പോൾ അവരത് ചെയ്യണം. ആ ഉത്തരവാദിത്തത്തിന് നിറവേറ്റിയേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ജനറേഷൻ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണൂരിൽ ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് മറുപടി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ അതിന് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഒന്നാമതായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫുട്ബോൾ കോൺക്ലേവ് കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ അസോസിയേഷൻ്റെ ആൾക്കാർ മാത്രമല്ല, ഈ ഫുട്ബോൾ എങ്ങനെ വികസിപ്പിക്കാമെന്നൊക്കെ കാണുന്ന ഒരുപാട് പഴയ തലമുറയിൽ ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. ഇൻ്റർനാഷണൽ ആയി കഴിഞ്ഞാലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തി ഇവിടുത്തെ പ്രമുഖരായ ആൾക്കാരെയൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇതിന് ഒരു ഫുട്ബോൾ കോൺക്ലേവ് അത് കഴിയുന്നത് നവംബർ മാസത്തിൽ തന്നെ നടത്തണം എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഉദ്ദേശം. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം. നമുക്ക് ഇവിടുത്തെ ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ശക്തമാക്കണം. ലീഗ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ശക്തമാക്കി ആ ക്ലബ്ബുകൾ തമ്മിലുള്ള വാശി വരുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഫുട്ബോൾ ഫാൻസ് കളി കാണാനൊക്കെ വരുള്ളൂ. അപ്പോൾ ആ ഫുട്ബോൾ ലീഗ് ശക്തിപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടി നമ്മളൊരു കോൺക്ലേവ് നടത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫണ്ട് റേസിംഗ് ആണ്. ഇത് സാമ്പത്തികമാണ്. വളരെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, എന്തൊക്കെയോ ചെയ്യാൻ. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? വലിയ ഇതൊന്നുമില്ല. അത് പരിതാപകരമായ ഒരവസ്ഥയിൽ തന്നെയാണ്. റെൻ്റൊക്കെ ആയിട്ടൊക്കെ ഞാൻ അത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയായാലും നമുക്ക് ഈ നാട്ടുകാർ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ നമുക്കിത് നടത്താൻ പറ്റൂ. മുന്നോട്ട് വന്നാൽ ഈ നാടൊന്നാകെ ഒപ്പം ഉണ്ടാകും എന്നൊരു വിശ്വാസം താങ്കൾക്കുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ ഞാനിപ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് പഴയ തലമുറയിൽ എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറയുന്ന ആദ്യം ചെയ്യേണ്ടത് ശ്രീനാരായണ കൊണ്ടുവരണം. കാരണം അവർക്കൊക്കെ അറിയാം, ആ ശ്രീനാരായണയൊക്കെ കളിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു ആരവം ഉണ്ടല്ലോ ഫുട്ബോളിൻ്റെ.
മനസ്സിലായില്ലേ? അതിന് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ചായപ്പീടികകളിലായാലും പിന്നെ അന്നത്തെ ദിവസം ഇന്ന് ഭയങ്കര കളിയായിരിക്കും. അതിൻ്റെ പബ്ലിസിറ്റി ഒക്കെ കാണുമ്പം അവിടെ ഒരു ചായപ്പീടിക അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ തെരുവുകളിലൊക്കെ ഉള്ള സംസാരങ്ങൾ വൈകുന്നേരത്തെ കളീനെ പറ്റിയായിരിക്കും. അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൈകുന്നേരത്തെ കഴിഞ്ഞ കളീനെ പറ്റിയിട്ടുള്ളൊരു പിന്നെ വിശകലനമായിരിക്കും. ഇതൊക്കെ പോയിരിക്കണം. അപ്പോൾ അവർക്കൊക്കെ അത് വേണം. ആ ഒരു ആരവം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അവരൊക്കെ ഉള്ളത്. എന്നെ വിളിച്ച ആൾക്കാരൊക്കെ. അപ്പം നമ്മളെന്തായാലും അങ്ങനെ ടൂർണമെൻറ്റ് വേണം ഇവിടെ. പിന്നെ ലീഗ് ഫുട്ബോൾ ജില്ലാ ലീഗിനെ ശക്തിപ്പെടുത്തണം. ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ കൊണ്ടുവരണം. ശ്രീനാരായണ പോലുള്ള ടൂർണമെൻറ്റുകൾ. ഈ കോൺക്ലേവുകളൊക്കെ നടത്താനുള്ള ഒരു ആശയം അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കണ്ണൂരിൽ അത്തരത്തിലുള്ള ഒരു ഫുട്ബോളിന് വേണ്ടി ഒരു കോൺക്ലേവ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തായാലും ആ ആശയം വളരെ സ്വാഗതാർഹമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല ഫുട്ബോൾ ടൂർണമെന്റുകളുമുണ്ട്. ശ്രീനാരായണ ഫുട്ബോൾ, EK നായനാർ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ടൂർണമെന്റുകളും ജവഹർ സ്റ്റേഡിയത്തിൽ നടന്നു. വൻ ജനാവലി ഒത്തുകൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് സ്റ്റേഡിയമാണ്. കണ്ണൂരിന്റെ അഭിമാന സ്തംഭമായ ജവഹർ സ്റ്റേഡിയം അതിന്ന് പരിതാപകരമായ അവസ്ഥയിലാണുള്ളത്. അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റി കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകേണ്ടതല്ലേ? ഞാനിപ്പോൾ നിങ്ങൾ ഈ പിന്നെ സ്റ്റേഡിയത്തിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ ഈ പിന്നെ അപ്പം സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ ടൂർണമെൻറ്റുകളൊക്കെ നടത്തുമ്പോൾ ഗ്രൗണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ പറയാം. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ പ്രശ്നം വന്നപ്പോൾ നമുക്കിപ്പോൾ ഒരു നല്ല ഫുട്ബോൾ സ്റ്റേഡിയം നമ്മുടെ പിന്നെ വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് ഇവിടെ പോലീസിൻ്റെ ഗ്രൗണ്ട്. അപ്പം ഞാനൊരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണല്ലോ. അപ്പം ഞാനങ്ങനെ കണ്ണൂർ DIG ആയിട്ട് സംസാരിച്ചു, കണ്ണൂർ SP നിതിൻ രാജ് സാറുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ വളരെ പിന്നെ പോസിറ്റീവായിട്ടാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ നായനാർ കപ്പ് എന്ന് പറയുമ്പോൾ നായനാർ കപ്പ് എന്ന് പറയുമ്പം അതിനെ തിരിച്ചു അവർക്ക് അതിൻ്റെ ഒരു പിന്നിൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ പാർട്ടിയാണ്. അപ്പോൾ അവർ മുന്നോട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് കൈകോർത്ത് ചെയ്യാം. അപ്പോൾ പോലീസ് നമ്മളോട് കൈകോർക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചപ്പോൾ പോലീസിൻ്റെ ഗ്രൗണ്ടും കൂടി കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നടത്തി കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേഡിയം, ഈ സ്റ്റേഡിയം ഇപ്പം SLK ഉണ്ടല്ലോ, നമ്മുടെ സൂപ്പർ ലീഗ് കേരള, അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ണൂരിൻ്റെ ഒരു ഫുട്ബോൾ ടീമാണ് കണ്ണൂർ വാരിയേഴ്സ് FC. ഈ വാരിയേഴ്സ് FC കഴിഞ്ഞ വർഷം കളിച്ചപ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ട് കണ്ണൂർ ടീമാണെങ്കിലും അവരുടെ ഹോം ഗ്രൗണ്ട് കോഴിക്കോട് EMS സ്റ്റേഡിയം ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവരുടെ ഒരു നിർബന്ധം പിന്നെ കണ്ണൂരിൽ ഹോം സ്റ്റേഡിയം ആണെങ്കിലേ ഉള്ളൂ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഈ പിന്നെ SLK തന്നെ ആകെ പിന്നെ SLK ആണോ KFA ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് കണ്ണൂർ കോർപ്പറേഷനുമായിട്ട് ഒരു ധാരണയാക്കിയിട്ട് ആ സ്റ്റേഡിയം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. കാരണം കണ്ണൂർ FCയുടെ ഹോം ഗ്രൗണ്ട് ആക്കുമ്പോൾ ഒരു പിന്നെ നല്ല പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പിന്നെ ഇത് ടെലികാസ്റ്റൊക്കെ നടക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള സ്റ്റേഡിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് സെറ്റപ്പ് ആവുന്നതോടുകൂടി നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയവും ഒരു ഫുട്ബോൾ കളിക്കാൻ ഉതകുന്ന ഒരു സ്റ്റേഡിയം ആവും. പിന്നെ നമ്മുടെയൊക്കെ ഇവിടുത്തെ ഇത് നമ്മളാരും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ഈ സ്റ്റേഡിയങ്ങൾ പണിയെടുക്കുന്നത്. ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് ഇപ്പം ഇംഗ്ലണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ പിന്നെ ഗ്രൗണ്ടും ഗാലറിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഒരു കളിക്കാരൻ കളിക്കുമ്പം അവൻ്റെ മുഖവും അവൻ്റെ മുഖത്തെ ഭാവവും അവൻ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയമൊക്കെ വളരെ ദൂരമാണ്. നമ്മളിപ്പോൾ ഇത് ആരെയും കുറ്റം പറയുന്നതല്ല. നമ്മളിപ്പോൾ ഇവിടെ നടക്കുമ്പോൾ ഒരു ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു സ്റ്റേഡിയം വരുമ്പോൾ ഇവിടെ ഫുട്ബോളിനായിട്ടൊരു മന്ത്രിയൊന്നുമില്ല, ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമാക്കണം. നമ്മളിപ്പോൾ ഒരു സ്റ്റേഡിയം മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത് സ്പോർട്സിന് പിന്നെ ഫുട്ബോളിന് ഉപയോഗിക്കണം, പിന്നെ അത്ലറ്റിക്സിന് ഉപയോഗിക്കണം, അതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഫുട്ബോളും കളിക്കുന്നു. അതുകൊണ്ട് നമ്മളതൊരു വലിയ ഇതായിട്ടൊന്നും കിടക്കേണ്ട. ഈ സ്റ്റേഡിയത്തിൽ ഞാനീ പറഞ്ഞ പരിമിതികളൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് കണ്ണൂരിലെ പിന്നെ ഫെഡറേഷൻ കപ്പ് 2 ഫെഡറേഷൻ കപ്പ് നടന്നു. 2 ഫെഡറേഷൻ കപ്പ് നടന്നു. പിന്നെ ഒരുപാട് ശ്രീനാരായണ പിന്നെ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നു. ആ സ്റ്റേഡിയം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് പിന്നെ ശ്രീനാരായണ ടൂർണമെൻറ്റ് നടന്നു. സാക്ഷാൽ ഇന്ത്യൻ 11 വന്ന് കളിച്ച് ഉണ്ടായിരുന്നു. JC ടീമിൽ വലിയ പ്രഗത്ഭരായ ഇന്ത്യൻ ടീംസൊക്കെ വന്ന് കളിച്ച കലക്ട്രേറ്റ് മൈതാനത്തായിരുന്നു, ടെമ്പററി ഗാലറിയൊക്കെ കിട്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഉള്ള പരിമിതികളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ മോഡേൺ ഒരു തിങ്കിങ്സിൽ ഈ ഗാലറിയും അതൊന്നും അല്ല ശരിക്കും നമ്മുടെ പെർമനന്റ്. പക്ഷെ അതിനുള്ള ആ ഒരു പദ്ധതിയും നമ്മളുടെ ഈ കോൺക്ലേവിലൂടെ നമ്മൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ജവഹർ സ്റ്റേഡിയം അത് കോർപ്പറേഷന്റെ കൈവശമുള്ള ഒരു സ്റ്റേഡിയമാണ്. നമുക്ക് ഫുട്ബോൾ അസോസിയേഷന് വേണ്ടി ഫുട്ബോളിനായി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലണ്ടിലൊക്കെ ഉള്ളതുപോലുള്ള ഒരു ഫുട്ബോളിനായിട്ടുള്ള ഒരു സ്റ്റേഡിയം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും
നമ്മളുടെ പിന്നെ ഒരു ആഗ്രഹങ്ങളിലും നമ്മളുടെ ഈ പദ്ധതികളിലുമുള്ള ഒരു കാര്യം തന്നെയാണത്. അതിന് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നമ്മളുടെ ഇവിടുത്തെ പിന്നെ ഫുട്ബോൾ അതിൻ്റെ ആരാധകരായ പ്രമുഖരായ ആൾക്കാരുടെ സഹായം കൂടിയേ തീരുള്ളൂ. അത് ഏത് രീതിയിൽ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. അത് നമ്മുടെ ഒരു കോർപ്പറേറ്റ് സിസ്റ്റത്തിൽ ഒരു 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 പിന്നെ കമ്പനി ഫോം ചെയ്തിട്ടോ, കാരണം അത് വെറും ഒരു ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമാക്കുമ്പോൾ അതിനകത്ത് റിട്ടേൺസ് ഫുട്ബോൾ അക്കാദമി അടക്കം അക്കാഡമി, ഫുട്ബോൾ അക്കാഡമിയും അതുപോലെ തന്നെ നല്ല ഷോപ്പിംഗ് മാളും പിന്നെ അതുപോലെ തന്നെ ഒരു പിന്നെ കൺവെൻഷൻ സെൻ്ററൊക്കെ ആക്കി വരുമ്പോൾ അതിന് ഇൻകം വരുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾ വരും. അപ്പം അത്തരം ആശയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ നോക്കട്ടെ എങ്ങനെ ഏത് രീതിയിലാണ് ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കണ്ണൂർ നഗരത്തിൽ ചിലപ്പോൾ അതിനുള്ള സ്ഥലം കിട്ടിയെന്ന് വരില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തായാൽ പോലും അത് യാഥാർത്ഥ്യമാക്കിയാൽ അത് മുതൽക്കൂട്ടാകും. അങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്കറിയാം മുന്നത്തെ പോലെയല്ല. മുമ്പ് കണ്ണൂർ ടൗൺ കഴിഞ്ഞാൽ പിന്നെ ടൗൺ വേറെ ഏതെങ്കിലും സ്ഥലം പോകണോ? ഇന്നൊക്കെ ഇങ്ങനെ വികസിച്ച് വരുമ്പോൾ പിന്നെ പണ്ടൊക്കെ നമ്മളെ കണ്ണൂർ കുയിക്കുന്നിൻ്റെ മേലെ നോക്കിയാൽ അങ്ങ് മറ്റേ പടന്നപ്പാലം കഴിഞ്ഞിട്ട് സ്ഥലം കാണാൻ പറ്റൂ. ഇന്നിപ്പം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എല്ലാം ടൗൺ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഒരു 10-15 കിലോമീറ്റർ റേഡിയസിൻ്റെ ഉള്ളിൽ തന്നെ ടൗൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കണ്ണൂർ പിന്നെ സിറ്റി ഇപ്പം നമ്മുടെ കോർപ്പറേഷൻ പരിധി തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമുക്കൊരു നല്ല ഒരു എഫോർഡബിൾ ആയിട്ട് സ്ഥലം കിട്ടണം. എഫോർഡബിൾ പ്രൈസിൽ സ്ഥലം കിട്ടണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഷോപ്പിങ്ങും മറ്റോ അതും ഫുട്ബോൾ സ്റ്റേഡിയവും ആവും, എല്ലാം ആവും. അതിന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയമൊക്കെ വരും. അതൊക്കെ നമ്മളുടെ പദ്ധതികളിൽ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ, നമ്മുടെ ജനങ്ങൾ, നാടൊന്നാകെ ഇറങ്ങേണ്ടി വരും. ഇവിടുത്തെ പിന്നെ സമ്പന്നരായ ആൾക്കാർ. പക്ഷേ അതിന് ഫുട്ബോൾ അസോസിയേഷൻ ഏതായാലും മുന്നിട്ടിറങ്ങും. അതൊക്കെ ഈ കോൺക്ലേവോട് കൂടി നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ള നമ്മളെ പദ്ധതികളൊക്കെ ഈ കോൺക്ലേവിൽ വരും. കോൺക്ലേവ് നമ്മളിപ്പോൾ ചിലപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ അവർക്ക് എന്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യണം. സോ എവറിത്തിങ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദാറ്റ് മീറ്റിംഗ്. എന്തായാലും വലിയ രീതിയിലുള്ള ആശയങ്ങൾ രൂപപ്പെടണം. അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന താരങ്ങളെ അവർക്ക് നല്ല പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ വ്യാപകമായി നടക്കാറുണ്ടായിരുന്നു. ഏപ്രിൽ മാസം തുടങ്ങിയാൽ പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ നാളുകളാണ്. പക്ഷെ അതിനൊരു അംഗീകാരം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അംഗീകൃത ക്ലബ്ബുകൾക്ക് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരം പലവിധ പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊക്കെ തന്നെ അസോസിയേഷന്റെ മുന്നിലേക്ക് വന്നാൽ ആ കാര്യങ്ങളൊക്കെ അല്ല, അത് ഈ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കിപ്പോൾ അത് ഈ കണ്ണൂർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ അപെക്സ് ബോഡി എന്ന് പറയുന്നത് KFA ആണ്, കേരള ഫുട്ബോൾ അസോസിയേഷനാണ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അപെക്സ് ബോഡി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അപെക്സ് ബോഡി എന്നത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനാണ്, AFC മേലെ വരുന്നതാണ് ഫിഫ. അപ്പം ഫിഫയുടെ ആ റൂൾ എന്തെന്നാണോ അത് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവർ സെവൻസിന് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ CDFAക്കും സെവൻസിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു സെപ്പറേറ്റ് ബോഡിയല്ല. നമ്മൾ വി ആർ അഫിലിയേറ്റഡ് ടു, ഇപ്പം ഈ പറഞ്ഞ എണ്ണികൾ നോക്കുമ്പോൾ വി ആർ അഫിലിയേറ്റഡ് ടു ഫിഫ. ആ സെവൻസ് ഒന്ന് ലെവൻസിലേക്ക് പോകാൻ ക്ലബ്ബുകളും തയ്യാറായി വരണം. അത് ഈ സെവൻസ് എന്ന് പറഞ്ഞാൽ അംഗീകൃത ടൂർണമെൻ്റ് അല്ല എന്ന് പറയുന്നത് എവിടെ അംഗീകൃതമല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഫിഫയുടെ രീതിക്ക് അനുസരിച്ചിട്ടുള്ളതല്ല. നമുക്ക് ഫിഫയുടെ റൂളിനനുസൃതമായിട്ടുള്ള ടൂർണമെൻറ്റുകൾ നടത്താൻ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞ ഹയറാർക്കി: ഫിഫ, ദെൻ AFC, ദെൻ AIFF, ദെൻ KFA, ദെൻ CDFA. ഇതാണ് ഈ ഒരു ലെവൻസിന്റെ തലത്തിലേക്ക് ലെവൻസ് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൈതാനം ഇല്ലാത്തതാണ് ഈ ചെറിയ ക്ലബ്ബുകളുടെ ഒക്കെ ഒരു അതൊക്കെയാണ് നമ്മളിപ്പോൾ അഡ്രസ് ചെയ്യേണ്ട കാര്യം. ഇപ്പം നമ്മൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പം നമ്മളിവിടെ പിന്നെ ലെവൻസ് ടൂർണമെൻറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സെവൻസും നിർത്തണമെന്നും പോലും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഒരു നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നിർത്തിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇത് നന്നായിട്ട് വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഡൈവേഴ്ഷൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും. മനസ്സിലായില്ല? അന്നും ഞങ്ങൾ ഈ നല്ല ആരവമുണ്ടായിരുന്നു എന്ന് പറയുന്ന കാലത്ത് മുളവട്ടം സെവൻസ് നടന്നിരുന്നു, അവിടെ ആളുണ്ടായിരുന്നു. ശരി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അതിനകത്തുള്ളൂ. അതിനിപ്പോൾ അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവർ അംഗീകരിക്കാത്തിടത്തോളം കാലം ഇത് അംഗീകൃത ടൂർണമെൻ്റ് അല്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ ക്ലബ്ബുകളുടെ ഒക്കെ ഒരു
ഒരു അവരെയൊക്കെ വിളിച്ച് നേരത്തെ മുതൽ വലിയ രീതിയിലുള്ള ഈ ഫുട്ബോളിന് വേണ്ടി പ്രവർത്തിച്ച നാട്ടിൻപുറത്തെ ക്ലബ്ബുകളെയൊക്കെ നമുക്കൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ, അവരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? ക്ലബ്സ് ഇപ്പോഴും പിന്നെ ഈ CDFന്റെ കീഴിൽ അഫിലിയേറ്റഡ് ആണ്. പുതിയ ക്ലബ്സ് എത്രയോ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പം നമുക്കിപ്പോൾ 52 ക്ലബ്ബുണ്ട് പല ഡിവിഷനിലായിട്ട്. സീനിയർ ഡിവിഷനിൽ പിന്നെ ഇത് 10 ക്ലബ്ബുണ്ട്. അതിനുശേഷം ABC അങ്ങനെ ഡിവിഷനിലുണ്ട്. ക്ലബ്സിൻ്റെ കുറവൊന്നുമില്ല. ക്ലബ്സിൻ്റെ കുറവില്ല. പിന്നെ ക്ലബ്ബുകൾക്കുള്ള അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ നഷ്ടപ്പെട്ടു പോയി. ബ്രദേഴ്സ് ക്ലബ്ബിന് നമുക്ക് നേരത്തെ അറിയാം, കോട്ട മൈതാനത്ത് പിന്നെ പെർമനൻറ്റ് ഇതുണ്ടായിരുന്നു. ഞാനൊക്കെ കളിച്ചായിരുന്നു. രാവിലെ മോർണിംഗ് പ്രാക്ടീസും ഈവനിങ് എല്ലാം ആയിട്ട് പല സന്ദർഭങ്ങളിൽ. ഇപ്പോൾ ശ്രീനാരായണ പോലത്തെ കളികളൊക്കെ ഉള്ള സമയത്ത് ടൂർണമെൻറ്റ് വരുമ്പോൾ ബാസുവേട്ടൻ രാവിലെ ആയിരിക്കും പിന്നെ പ്രാക്ടീസ്. വൈകുന്നേരം എല്ലാവരും കളി കാണാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ പെർമനൻ്റ് ആണ്. ആരോടും ചോദിക്കാതെ അങ്ങനെ തന്നെ ജിംഖാന ക്ലബ്ബിന് ഞാൻ കളിച്ചാണ്. ജിംഖാന ക്ലബ്ബിനും ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് ഡിഫൻസ് സ്ഥലങ്ങളാണ്. സ്പിറ്റഡിയോസിന് കളക്ടറേറ്റ് മൈതാനുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിനടുത്ത് ലക്കിസ്ഥാൻ ക്ലബ്ബ്. അതൊക്കെ അങ്ങ് നിറം മങ്ങിപ്പോയി. അതാണ് അന്നൊക്കെ ഈ ക്ലബ്ബുകൾക്ക് വരുന്ന പ്ലെയേഴ്സൊക്കെ പല കണ്ണൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വരുന്നതല്ലേ. അപ്പം ഇപ്പം നമുക്ക് നാട്ടിൻപുറത്തൊക്കെ അക്കാഡമി തുടങ്ങുക, അല്ലെങ്കിൽ അക്കാഡമി നമ്മുടെ പിന്നെ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ തുടങ്ങിയിട്ട് അതിനുള്ള വിപുലമായ പദ്ധതികൾ നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഫുട്ബോളിനെ വളർത്തിയെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിയററ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പം തീർച്ചയായും ഈ പിന്നെ ഫൈനാൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ത് തന്നെയായാലും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഈ ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കണ്ണൂരിലുള്ള ഫുട്ബോളിൻ്റെ ആരാധകരും പിന്നെ സമ്പന്നരുമായിട്ടുള്ള ആൾക്കാർ വരും. അതിന് അവർക്കെന്ത് റിട്ടേൺ എന്നുള്ളതേ നമ്മൾ നോക്കേണ്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ആശയത്തെ നമ്മളൊരു കോർപ്പറേറ്റ് മാതൃകയിലാക്കി കഴിഞ്ഞാൽ ഓൾ വിൽ ബി എ ഷെയർ ഹോൾഡേഴ്സ്. ഐ ഡോണ്ട് നോ, ഞാനിത് എൻ്റെ ഒരു ആശയം പറയുന്നതാണ്. നമ്മളിപ്പോൾ ഈ കോൺക്ലേവിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കാട്ടി നൂതനമായ ആശയങ്ങൾ വരാം. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേഡിയം. നമ്മുടെ ജവഹർ സ്റ്റേഡിയത്തിന്റെ കാര്യം ഒന്നും കൂടി എടുത്താൽ, നേരത്തെ സ്പോർട്സ് കൗൺസിലിന് അത് കൈമാറണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുകയും 12 കോടി രൂപ അതിന്റെ നവീകരണത്തിന് വേണ്ടി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അനുവദിക്കുകയും ചെയ്യും എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ സ്റ്റേഡിയം വിട്ടുകൊടുക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത്, ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു അസറ്റാണ്, അത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ നടത്തിപ്പ് സ്പോർട്സ് കൗൺസിലിന് കൈമാറാൻ കഴിയില്ല എന്ന് കോർപ്പറേഷൻ വ്യക്തമാക്കിയാണ്. ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. സംസ്ഥാന സർക്കാർ ഒരു പക്ഷത്ത്, കണ്ണൂർ കോർപ്പറേഷൻ മറുപക്ഷത്ത്. ആ രാഷ്ട്രീയമായ ആ പോരിൽ നഷ്ടപ്പെടുന്നത് സ്റ്റേഡിയത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട 12 കോടി രൂപയാണ്. ഒരു ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇതൊക്കെ താങ്കൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഞാൻ ഇതിനകത്ത് എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഫുട്ബോളിൻ്റെ വികസനത്തിന് ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. അതിനെ സ്വീകരിക്കുന്നു, ആത്മാർത്ഥമായിട്ട് അതിനെ ആശ്ലേഷിക്കുന്ന ഒരാളാണ്. ഇപ്പം നമ്മൾ ഈ പിന്നെ പൊളിറ്റിക്കലി ഓറിയൻറ്റഡ്, പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ടോക്കുകൾ വരുമ്പോൾ അത് വെറുതെ ഒരു കോൺട്രാവേഴ്സിയൊക്കെ വരാൻ കാരണം എന്തുകൊണ്ടാണ്? പിന്നെ ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പൊളിറ്റിക്സാണ് എന്നൊന്നും ഞാൻ ഇത് പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഒന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട. എനിക്ക് എല്ലാവരും പഠിക്കും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ കണ്ണൂരിലെ വാശിയേറിയ ക്ലബ്ബുകൾ കളിക്കുന്ന സമയത്ത്, ലിക്ക് സ്റ്റാർ സ്പിരിറ്റ് കളിക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഈ ക്ലബിൻ്റെ പിന്നെ ആൾക്കാരായിരിക്കും. അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും മുസ്ലിം ലീഗ് ആയാലും BJP ആയിക്കാരനായാലും പിന്നെ സ്പിരിറ്റിൻ്റെ ഭാഗത്തുണ്ടാവും, സ്പിരിറ്റിൻ്റെ ഫാനായിട്ടുണ്ടാവും, ലക്കി സ്റ്റാറിൻ്റെ ഫാനായിട്ടും അതുപോലെ ഉണ്ടാവും. അപ്പം നാട്ടിൻ പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം പോലും ഈ പിന്നെ നമ്മളെ ഫുട്ബോളിൻ്റെ ആ ഒരു പിന്നെ കൂട്ടായ്മ ഉള്ളത് കൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടും. അത്ര വലിയൊരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ആ കാര്യത്ത്. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ആ ഒരു രീതിയും കൂടി നമുക്ക് തിരിച്ചു വരും. ഫുട്ബോൾ നമ്മൾ ശരിയായ രീതിയിൽ വന്നു ഒരു ഫാൻ ഉണ്ടാകുമ്പോൾ, ഒരു ഫുട്ബോൾ ഫാൻസ് ഉണ്ടാകുമ്പോൾ ഫാൻസിന് പിന്നെ ലക്കി സ്റ്റാർ ക്ലബിന് ഇന്ന പാർട്ടിക്കാരന് മാത്രമേ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സ്പിരിറ്റ് അങ്ങനെ ഇല്ലല്ലോ. മനസ്സിലായില്ലേ?
അപ്പോൾ അങ്ങനെ വരുമ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് ഹയർ ലെവൽ പൊളിറ്റിക്സ് ആണ്. കാരണം ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരാൾ ഞങ്ങളിത് സ്പോർട്സ് കൗൺസിലിന് സ്റ്റേഡിയം കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണുന്ന കാഴ്ചപ്പാട് എന്താണെന്നുള്ളതൊന്നും ഞാൻ ആ കാഴ്ചപ്പാടിൽ ആ വ്യൂവിൽ കൂടി ഞാൻ നോക്കുന്നില്ല, കാണുന്നില്ല, തിങ്കുന്നില്ല. ഞാനിപ്പോൾ കണ്ണൂർ ഫുട്ബോളിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി ഇതിനെ പൊന്തിക്കാനുള്ള ഒരു 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 പിന്നെ സഹായം ചെയ്യണമെന്ന് മാത്രമേ ഞാനിപ്പോൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ മറ്റേത് അവരെന്നെ പറഞ്ഞല്ലോ, അതിലെന്തോ പൊളിറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അത് അവർ തമ്മിൽ ഈ തീരുമാനിക്കട്ടെ. സ്റ്റേഡിയത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ കയറി വരുന്ന ഭാഗം കുറച്ച് ഇപ്പോൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഗാലറിയിൽ ആളിരുന്നാൽ അത് പൊളിഞ്ഞ് താഴെ വീഴുന്ന ഒരു തീർച്ചയായിട്ടും അത് അവസ്ഥയൊക്കെ അതിദയനീയമായ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റാതെ നമുക്ക് വലിയ ടൂർണമെന്റുകളൊന്നും അവിടെ കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സിന്റെ ഒരു ഹോം ഗ്രൗണ്ടായി മാറുന്നു ജവഹർ സ്റ്റേഡിയത്തിൽ. അറ്റകുറ്റപ്പണികളൊക്കെ ഒരു ഒരു ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ ജവഹർ സ്റ്റേഡിയത്തെ വീണ്ടെടുക്കാൻ മാത്രമുള്ള ഒരു അറ്റകുറ്റപ്പണിയായി അത് മാറില്ല. അവിടെ വലിയ രീതിയിലുള്ള ഒരു പരിശ്രമം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ സ്റ്റേഡിയത്തെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനെന്താണ് ചെയ്യാൻ കഴിയുക? ഞാനിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അത് ശരിക്കും കോർപ്പറേഷൻ തന്നെ തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഫുട്ബോൾ അസോസിയേഷൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊന്നുമില്ല. കാരണം ഒന്നാമത് ഇതൊക്കെ വലിയ പിന്നെ ഇത് ഫൈനാൻസ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാമ്പത്തികമായിട്ട് സർക്കാരിന്റെ ഒരു സഹായമില്ലാതെ ഒന്നും നടക്കില്ല. എനിക്ക് അറിയില്ല അതിനകത്ത് സർക്കാർ കൊടുക്കുന്ന പൈസ പൂർണ്ണമായും അതിന് പറ്റുമെങ്കിൽ അങ്ങനെ ചിന്തിക്കാവുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഓണർഷിപ്പിൻ്റെ ട്രാൻസ്ഫറാണ് ഇപ്പോൾ അവിടെ പ്രശ്നം വരുന്നത്. സ്റ്റേഡിയം പിന്നെ താങ്കൾ പറയുന്നത് സ്റ്റേഡിയം കോർപ്പറേഷന്റെ അസറ്റായി തന്നെ നിലനിർത്തുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് നഗരമധ്യമാണ്, കോർപ്പറേഷൻ ആണ് അതിന്റെ കസ്റ്റോഡിയൻ. അത് ഏതെങ്കിലും തരത്തിൽ കൈമാറ്റം ചെയ്യണം എന്നൊന്നും ആരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൈമാറ്റത്തിൽ ഓണർഷിപ്പ് പിന്നെ കോർപ്പറേഷൻ്റെ കയ്യിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്പോർട്സ് കൗൺസിൽ തരുന്ന പൈസ വാങ്ങിക്കുക, ചെയ്യുക, പുതിയ ചെയ്യുക. അത് കണ്ണൂരിലെ നാട്ടുകാർക്ക് വളരെ പിന്നെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ പറയാനുള്ളത്. ഓണർഷിപ്പ് ഇക്കാര്യം കോർപ്പറേഷനുമായി താങ്കൾ ഇല്ല, ഞാൻ സംസാരിക്കും ഇനി. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കണ്ണൂർ സ്റ്റേഡിയത്തിന് വേണ്ടി നമ്മൾ ഫുട്ബോൾ അസോസിയേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഞാനിപ്പോൾ മൂന്നാഴ്ച ആയിട്ടുള്ളൂ ചെയ്തിട്ട്. നമ്മളിപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കമ്മിറ്റിയിൽ സംസാരിക്കാനുണ്ട്. കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആരെയൊക്കെ നമ്മൾ കാണണം, എങ്ങനെയൊക്കെയാണ്. ഞാൻ കോർപ്പറേഷൻ മേയറെയോ അല്ലെ ആരെയും ഒന്നും കണ്ടിട്ടോ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇങ്ങനെ ഒരു എമൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. അതിന്റെ യഥാർത്ഥ കാരണം എന്തായാലും അന്വേഷിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഒരു നാട്ടിലെ ഒരു ഫുട്ബോളിനും അല്ലെങ്കിൽ ഒരു സ്റ്റേഡിയത്തിനും എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ നോ പറയേണ്ട കാര്യമില്ലല്ലോ. നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് നമുക്ക് പരിശോധിക്കാമല്ലോ. മനസ്സിലായില്ലോ? നമുക്ക് കറക്റ്റ് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. സ്റ്റേഡിയം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു സ്റ്റേഡിയം, അത് നമ്മളിപ്പോൾ ഒരു സ്റ്റേഡിയത്തിൻ്റെ കാര്യം സംസാരിച്ചു. ഒന്നല്ല, ഒരുപാട് സ്റ്റേഡിയം കണ്ണൂരിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ വലിയ പിന്നെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റേഡിയംസ്, എവറി ക്ലബ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റേഡിയം. എല്ലാവർക്കും സ്റ്റേഡിയം ഉണ്ട്. ഇവിടെ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കുന്നതിനൊന്നും അർത്ഥമില്ല. കാരണം വളരെ സാമ്പത്തികമായിട്ട് വളരെ വളരെ പിന്നെ പൈസ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എല്ലാ ക്ലബിനും ഓരോ ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ ഈ കേരളത്തെക്കാൾ ചെറിയ രാജ്യങ്ങൾ വരെ ഫിഫ ലോകകപ്പ് കളിക്കുന്നു. ഈ 100 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യക്ക് അതിന്റെ അടുത്ത് പോലും ഒരു ഏഷ്യൻ ക്വാളിഫൈ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അവിടെ പോലും ജയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ, പരിതാപകരമായ അവസ്ഥക്ക് കാരണം ഇതൊക്കെ തന്നെയാണ്. നിങ്ങളിത് പറഞ്ഞപ്പോൾ എനിക്കൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖത്തർ ഇപ്പോൾ ഈ വരുന്ന പിന്നെ കാനഡ, മെക്സിക്കോ, USA വരുന്ന ഈ 2026 വരുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിൽ ഖത്തർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഖത്തറിലൊരു മലയാളി ഉണ്ട്. ആ മലയാളി കേരളത്തിൽ നമ്മുടെ കണ്ണൂരിലുള്ള വളവട്ടത്തുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഈ കളിക്കാരുണ്ട്. അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു സ്കൗട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു അക്കാഡമി ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവനെ? ഖത്തർകാരൻ എന്തുകൊണ്ട് കണ്ടുപിടിച്ചു? അപ്പം നമ്മളുടെ സൗകര്യങ്ങളും നമ്മൾ ആ ഒരു ഒരു കളിക്കാരനെ കണ്ടുപിടിക്കാനുള്ള എന്തോ ഇതിൻ്റെ ഒരു കുറവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കില്ല. അപ്പം നമ്മൾ ഈ രീതിയിൽ പോയാൽ, ഈ രീതി നമ്മൾ എന്താണോ മറ്റ് രാജ്യങ്ങളുമാർക്ക് അവലംബിക്കുന്ന മാർഗങ്ങളിൽ കൂടി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇതുപോലുള്ള പ്ലേയേഴ്സ് ഉണ്ട് നമ്മൾ നാട്ടിൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വൈ കാൻ ബി ഇഫ് ഖത്തർ ക്യാൻ? ഖത്തറിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റൂല? ഇത്രയും ജനങ്ങളുള്ള നമുക്ക്. അവരെടുത്തിരിക്കുന്നത് ഒരു ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള, കണ്ണൂരുള്ള, വളവട്ടത്തിലുള്ള പ്ലെയറെ എടുത്തിട്ടാണ് അവർ നാഷണൽ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. സോ
നമ്മളങ്ങനെയൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് പോയി ഫുട്ബോളിൻ്റെ ആരവം തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ തന്നെ ഒരു ബെസ്റ്റ് കണ്ണൂർ ഡിസ്ട്രിക്ട് ടീം, ഒരു ബെസ്റ്റ് കേരള ടീം, ഒരു ബെസ്റ്റ് ഇന്ത്യൻ ടീം, ആ ഒരു വിഷനിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഏറ്റവും ഒരു 10 വയസ്സ് മുതലുള്ള ഒരു പരിശീലനം. മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ സ്കൂളുകളിൽ നിന്ന് തന്നെ കണ്ടെത്തി അവർക്ക് പിന്നെ പ്രത്യേക പരിശീലനങ്ങളൊക്കെ നൽകിയാണ് അവരെ ഇങ്ങനെ വാർത്തെടുക്കുന്നത്. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ PT ഈ നേരത്തെ പണ്ടൊക്കെ ഡ്രിൽ മാഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതൊക്കെ ഒരു പേരിന് മാത്രമായി മാറുന്ന ഒരു സാഹചര്യം. അവർക്ക് ആ സ്കൂളിൽ വേണ്ടത്ര പരിശീലനം കിട്ടുന്നില്ല. അതിന് പുറത്തും ഒരു പരിശീലനം കിട്ടാത്ത ഒരു പ്രശ്നം. നമുക്ക് അത്തരം കുട്ടികളെ 10 വയസ്സിന് താഴെയുള്ള 10 വയസ്സ് മുതലെങ്കിലും നമുക്കൊരു പരിശീലനം കൊടുക്കാനുള്ള ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ്. കാരണം ഈ ഒരു പദ്ധതി, ഈ ഒരു ആശയം കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കയ്യിലുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ 13, 15, 18 വയസ്സുള്ള ആൾക്കാരുടെ ഒരു ടൂർണമെൻറ്റ് തന്നെ അതെങ്ങനെയാണ് നോക്കട്ടെ. അത് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള സ്കൂളുകളെ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് അക്കാഡമി നടത്തിയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അസോസിയേഷനിലൊക്കെ ഉണ്ട്, അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട് ചെയ്യാം. അതൊരു നല്ല ആശയമാണ്. കാരണം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ലിവർപൂളിൻ്റെ ഒരു പ്ലെയർ, പിന്നെ ബ്രസീലിൻ്റെ ഒരു പ്ലെയർ ആയിരുന്നു. ബ്രസീലിൻ്റെ 17 വയസ്സാണ്. 17 വയസ്സിൽ അവനൊരു ഗോൾ മടക്കി അടിച്ചു. അന്ന് അങ്ങനെയാണ് ലിവർപൂൾ പിന്നെ ജയിക്കുന്നത്. ലിവർപൂളിനാണോ ചെൽസിക്കാണോ അത് ജയിച്ചു, കളി ജയിച്ചു. അപ്പോൾ 17 വയസ്സിൽ ഇങ്ങനെ ഒരു പിന്നെ വേൾഡ് ക്ലാസ് ലെവലിൽ ഉയരണമെങ്കിൽ അവനീ പറഞ്ഞ പോലെ 10 വയസ്സിലോ 13 വയസ്സിലോ തുടങ്ങിയിട്ട് അക്കാഡമിയിൽ കൂടെ വന്നതാണ്. മനസ്സിലായില്ലേ? 17 വയസ്സിൻ്റെ ഒരു 17 വയസ്സാകുമ്പോൾ കളി തുടങ്ങിയവനല്ലല്ലോ. അപ്പോൾ അതൊരു നല്ല ആശയം തന്നെയാണ്. അപ്പോൾ അതിലൂടെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് കളിക്കാർ വരുന്നത്. ഈ പിന്നെ ഈ ഇന്നലെ ഞാനിപ്പോൾ പറഞ്ഞ മറ്റേ ഖത്തറിൻ്റെ പ്ലെയർ, ഇവരൊക്കെ വരട്ടെ. ഇവരൊക്കെ എങ്ങനെയാണ് വന്നത് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. നമ്മളൊരു ഒരു ഒരു ഇതിനെല്ലാം ഒരു ഘടകം സാമ്പത്തികമാണ്. അതിന് കണ്ണൂരിലെ ജനങ്ങൾ മുന്നോട്ട് വരണം. ഈ ഫുട്ബോളിനെ മാറ്റി നമ്മൾ ക്രിക്കറ്റ് ആകുമ്പോൾ ഇന്ത്യ അത് ലോകത്തിലെ തന്നെ നമ്പർ 1 ആണ് ഇന്ത്യ. ക്രിക്കറ്റിന് നമ്മൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ രക്ഷിതാക്കൾ തന്നെ വലിയ പ്രോത്സാഹനം നൽകി അവരെ അക്കാഡമിയിലേക്കൊക്കെ വിടുന്നുണ്ട്. അതിന് പൈസ ചെലവഴിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ഒരു പരിഗണന ഫുട്ബോളിന് കിട്ടുന്നില്ല. അത് നമ്മൾ എത്തിയാലും ഇത്ര എന്നുള്ളൊരു ചിന്ത രക്ഷിതാക്കൾക്ക് തന്നെയുണ്ട്. അതൊക്കെ മാറിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. തീർച്ചയായും അതിനകത്തുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യം എത്രയുള്ള. ഞാനൊരു കളിയെ കുറച്ച് പറഞ്ഞാൽ ഞാനൊരു ക്രിക്കറ്റ് ഫാനും കൂടിയാണ്. എങ്കിലും ഞാൻ പറയട്ടെ, ഇത് ഈ പറഞ്ഞതിൻ്റെ ഉത്തരം എനിക്ക് പറയണമെങ്കിൽ ഞാൻ ആ കാര്യം കൂടി പറയണം. ഞാൻ ക്രിക്കറ്റ് ഫാനുമാണ്. ക്രിക്കറ്റിൻ്റെ ഉണ്ടെങ്കിൽ ഇന്ത്യ കളിക്കുന്ന സമയത്ത് രാവിലെ പിന്നെ മുതൽ ടിവിൻ്റെ മുന്നിൽ ഫുൾ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും ഞാൻ പറയട്ടെ, ഒരു 8 ടീം പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാത്രമല്ല ഫിഫയെക്കാട്ടിലും സാമ്പത്തികമായിട്ട് വളരെ ഭദ്രതയുള്ള ഒരു സംഘടനയാണ് BCCI. എങ്ങനെയത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാനൽസിൽ കൂടിയുള്ള അഡ്വർടൈസ്മെൻറ്റിലാണ് അവർക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത്? ഇന്ത്യ ഒരു വലിയൊരു പോപ്പുലേഷനുള്ള രാജ്യമാണ്. ഈ പോപ്പുലേഷൻ മുഴുവനും ക്രിക്കറ്റ് ഫാൻ ആകുമ്പോൾ TV റേറ്റിംഗ് കിട്ടും അവർക്ക്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ TV റേറ്റിങ്ങിൻ്റെ മെയിൻ. നമ്മളെ കളി കാണിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടി അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ചാനൽ കൂടെയുള്ള കൺസ്യൂമർ പ്രോഡക്ട്സിലൊക്കെ കാണുന്നത് 50 ഹോട്ട്സ്റ്റാറിലൊക്കെ കാണുന്നത് 50 കോടിയിലധികം ആളുകൾ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മളിവിടെ ആ ഒരു ലെവൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യ ജയിക്കുന്നു, ഇന്ത്യ യൂറോപ്പിൽ പിന്നെ ഇംഗ്ലണ്ടിനെ തോപ്പിച്ചു മറ്റേതെല്ലാം പറഞ്ഞ് ഇന്ത്യൻ ഫുട്ബോൾ തന്നെ ഇങ്ങനെ വേൾഡിൽ ടോപ്പ് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പിന്നെ ഇതുണ്ടാവും, ഒരു ഡൈവേർഷൻ വരും. പിന്നെ ക്രിക്കറ്റ് എന്ന ഫുട്ബോളിലേക്ക് വരും. അപ്പം നമ്മൾ ആദ്യം ഫുട്ബോൾ എന്ന് പറഞ്ഞ കളിയെ ഒരു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുള്ള ഇറ്റ്സ് എ ലാമൻ ഗെയിം, ഇറ്റ്സ് എ പോപ്പുലർ ഗെയിം ഫുട്ബോൾ. ഈ ഫുട്ബോൾ നമ്മൾ ഇന്ത്യയിലും പിന്നെ അത്ര വലിയ നമ്മുടെ ഏഷ്യൻ ലെവലിൽ തന്നെ ഒരു നല്ല ടീം അല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടുത്തെ ഫുട്ബോൾ ഫാൻസ് കുറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ തന്നെ നല്ല ഇത് കൊണ്ടുവന്ന് നല്ല പിന്നെ യൂറോപ്യൻ ടീംസിനെയൊക്കെ തോൽപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ക്രിക്കറ്റ് ഫാൻസ് ഉള്ളതിനെക്കാട്ടിലും ചിലപ്പോൾ ഫുട്ബോൾ ഫാൻസ് ഉണ്ടായേക്കാം. ഞാൻ ഒന്നും കൂടി പറയാം. അണ്ടർ 20 ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോ ആണ് ഈ അർജന്റീനയൊക്കെ പരാജയപ്പെടുത്തിയാണ് ലോകകപ്പ്. ഓഫ് കോഴ്സ് എപ്പോഴും നിങ്ങൾ നോക്കിക്കോ, പിന്നെ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഫുട്ബോളിൽ മൊറോക്കോ ആയാലും അൾജീരിയ ആയാലും ടുണീഷ്യ, ഈജിപ്ത്,
ഇവരൊക്കെ ക്ലാസ്സും പിന്നെ വേൾഡ് കപ്പിൽ ഏത് ടീമിനും ഒരു ഭീഷണിയാണ്. തീർച്ചയായിട്ടും അതെ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ മൊറോക്കോ നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അടുത്ത ഭാവി ഫുട്ബോൾ എന്ന് പറയുന്നത് മൊറോക്കോയുടെ കൈകളിലേക്ക് പോകുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ അതെ, അണ്ടർ മൊറോക്കോന്റെ 20 ഉണ്ട്. അവർ നടത്തിയത്. യെസ്, അതെ. നമ്മളിപ്പോൾ മുഹമ്മദ് സാലി ഈജിപ്തുകാരനാണ്. മൊറോക്കോന്റെ പ്ലെയർക്കൊക്കെ ഉള്ള പ്ലെയറൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ മൊറോക്കൻ പ്ലേയേഴ്സ് ഉണ്ട്, അൾജീരിയൻ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഈജിപ്തിന്റെ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് സാലി ഈജിപ്തിനാണ് ലിവർപൂളിന്റെ. അപ്പൊ അത് പിന്നെ ഇത് നമ്മൾ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്വിസ്റ്റ് വരും ക്രിക്കറ്റിൽ നിന്ന്. പക്ഷെ ക്രിക്കറ്റും നിലനിൽക്കണം, ഫുട്ബോളും നിലനിൽക്കണം, എല്ലാ ഗെയിമും നിലനിന്ന് ഫുട്ബോൾ ഒരു സ്പോർട്സിന്റെ ഹബ്ബാവണം ഇന്ത്യ. ഫുട്ബോൾ അങ്ങ് മാറ്റിവെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം ദേശീയപാതയാണ്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ നമ്മൾ പല റോഡുകളും ഇപ്പോൾ തന്നെ യാത്ര തുടങ്ങുകയും ചെയ്തു. മലപ്പുറം ഭാഗത്ത് കാസർഗോഡ്, തലപ്പാടി മുതൽ കാസർഗോഡ് വരെയുള്ള മനോഹരമായ റോഡ് ഒന്ന് അതിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആ ഫീല് തന്നെ മാറുകയാണ്. ഏതായാലും താങ്കൾ മേഘ കൺസ്ട്രക്ഷൻസിന്റെ അതിന്റെ വിജിലൻസ് വിങ്ങിന്റെ തലവനാണ്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ചുമതലക്കാരനാണ്. അപ്പോൾ മേഘ കൺസ്ട്രക്ഷൻസും ഈ ദേശീയപാത നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയാണ്. ഏതുവരെ എത്തി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വളരെ പിന്നെ ഫുട്ബോളിനോട് പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ പറയാം. കാരണം നമ്മൾ മെഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ഇന്ത്യയിലെ ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റീച്ച് ഊരാളുങ്കലാണ് എടുത്തത്, അത് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റീച്ചാണ് പാക്കേജ് 2 പറയുന്നത്, പിന്നെ കാസർഗോഡ് ചെങ്കള മുതൽ നീലേശ്വരം വരെ. അതുപോലെ തന്നെ പാക്കേജ് 3 എന്ന് പറയുന്ന മൂന്നാമത്തെ പാക്കേജാണ് നീലേശ്വരം ടു തളിപ്പറമ്പ, പിന്നെ തളിപ്പറമ്പ ടു മുഴപ്പിലങ്ങാട്, അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ചെങ്കള ടു നീലേശ്വരം ഒരു പാക്കേജാണ്, നീലേശ്വരം ടു തളിപ്പറമ്പ, മേഘയുടെ പാക്കേജ്. നീലേശ്വരം ടു തളിപ്പറമ്പ. ഈ രണ്ട് പ്രോജക്റ്റുമാണ് മെഗാ എഞ്ചിനീയറിംഗിൻ്റെ കേരളത്തിലെ പ്രോജക്റ്റ്. അപ്പോൾ അത് ഇപ്പോൾ 90% വർക്ക് കഴിഞ്ഞു. എങ്കിലും കുറച്ച് പിന്നെ നമ്മൾ പിന്നെ എന്ത് തന്നെയാലും മാർച്ച് 31 മുമ്പേ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതിൻ്റെ മീറ്റിങ്ങിലൊക്കെ ഉള്ള പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തായാലും 31 മാർച്ചോട് കൂടിയിട്ട് കഴിയും. എന്തായാലും ഈ 2026 ഏപ്രിലോട് കൂടി നമ്മുടെ ദേശീയപാതയൊക്കെ തന്നെ തുറക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ പൊതുമരാമത്ത് മന്ത്രി കൂടി പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ഏത് പ്രസംഗത്തിലും എടുത്തു പറയുന്ന കാര്യമാണ് 2026 ഏപ്രിലെങ്കിലും നമ്മൾ ദേശീയപാത പൂർത്തിയാക്കിയിരിക്കും എന്ന്. അത് നടക്കുന്ന കാര്യം തന്നെയാണോ? തീർച്ചയായിട്ടും അത് നടക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെ അത് ചെയ്യുക. കാരണം നമുക്കറിയാം ഈ റീച്ചിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലവർഷത്തിന്റെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, നല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അതിൻ്റെ സ്ലോപ്പ് പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്തിട്ട് അതിന് ചിലപ്പം പിന്നെ ലാൻഡ് അക്വിസിഷൻ ഗവൺമെൻറ്റാണ് തത്വത്തിൽ അംഗീകരിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഗവൺമെൻറ് കൊടുക്കുകയാണ്. വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായി, അവിടെയൊക്കെ ഗവൺമെൻറ് തന്നെ പിന്നെ ഗവൺമെൻറ്റിന് ലാൻഡിന് തൊട്ട് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട്. കാരണം ഇതിൻ്റെ ബേസിക് പ്രശ്നം ഞാനതാണ്, ചില കാര്യങ്ങൾ നമുക്ക് 45 പിന്നെ മീറ്റർ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത് പോലെ ഗവൺമെൻറ്റിന് ഇങ്ങനെ 60-65 മീറ്റർ സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ല. കേരളം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്, എവിടെയും ബാരൻ ലാൻഡായിട്ട് ഈ പോകുന്ന നാഷണൽ ഹൈവേയിൽ നിങ്ങൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് വാരി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാരൻ ലാൻഡ് ഒന്നും എല്ലാം നമ്മൾ പിന്നെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം ഗവൺമെൻറ് ഇത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് 45 കൊടുത്തു. അപ്പം അങ്ങനെ കൊടുത്തപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഈ പിന്നെ ഹില്ല് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ട്, അതാണ് നമ്മുടെ പ്രോജക്റ്റിലുള്ള കാസർഗോഡിലും ഈ പിന്നെ രണ്ടാമത്തെ പ്രോജക്റ്റായ വീരമലക്കുന്നിൽ തൂച്ചെറുത്തൂർ അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പാലമൊക്കെ തകരാനുള്ള പാലം തകർന്നിട്ടില്ല, റോഡ് തകർന്നതല്ല, ഇടിച്ചിലുണ്ടായി, നല്ല മണ്ണിടിച്ചിലുണ്ടായി. ജനങ്ങൾക്ക് ഭയം ഇനിയും ഇത് വീഴുമെന്നുള്ള ഇപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഗവൺമെൻറ് തന്നെ ലാൻഡ് കൊടുക്കുകയാണ്. നമ്മളും അതിനുള്ള എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക അതൊക്കെ നടന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ 31 മാർച്ച് ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദേശീയപാതയുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിങ്ങനെ ദേശീയപാതയിലൂടെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് വടകരയാണ്. വടകരയിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. എല്ലാവരുടെയും ഒരു ശാപം ഏറ്റുവാങ്ങുകയാണ് ആ കമ്പനി.
താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അവർ ശാപം ഏറ്റുവാങ്ങുകയാണ്. വലിയ പ്രയാസം ആളുകളൊക്കെ അനുഭവിക്കുകയാണ്. സർവീസ് റോഡ് പോലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരവസ്ഥ, വലിയ സങ്കടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ വടകര ഭാഗത്തെ ആ കരാറുകാർ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ ഞാനും ഈ നാട്ടിലെ ഒരു യാത്രക്കാരനായിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ യാത്രക്കാരൻ എന്ന നിലയിൽ അത് ശരിയല്ലേ? യാത്രക്കാരൻ്റെ നിലയിൽ അതാണ് അവർക്കൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഗവൺമെൻറ്റൊക്കെ ഇങ്ങനെ ഞാൻ പങ്കെടുത്ത മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ അവർ ചെയ്ത് പറഞ്ഞ് ചെയ്യാമെന്നൊക്കെ ഉറപ്പ് കൊടുത്തതായിട്ട് കാണുന്നത്. എന്ത് തന്നെയാലും ഞാൻ ആ ഒരു എൻ്റെതല്ലാത്ത രീതിയിലേക്ക് പോകുന്നില്ല. ഒരു യാത്രക്കാരൻ എന്ന നിലയിലുള്ള പോയിന്റ് മാത്രം ഞാൻ പറയുന്നു. നമ്മളെ ഈ 2 പ്രോജക്റ്റ് ആണ് പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്ത് തന്നെയാലും അതേതായാലും 90% ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. പൂർത്തിയായിട്ടുണ്ട്. ഇനിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും ഉദ്ദേശം അത് തന്നെയാണ്. ഇന്നും എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് 1-2 മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഇന്ന് നല്ല രീതിയിൽ തീർക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൈദരാബാദിലെ ഹെഡ് ഓഫീസ് ആയിക്കഴിഞ്ഞാലും എവറി ഡേ അവരുടെ ഉദ്ദേശം തീർക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ആയിക്കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങളും സഹകരണങ്ങളും നല്ലതാണ്. സാങ്കേതികമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? സാങ്കേതികമായ തടസ്സങ്ങളൊന്നുമില്ല. ആക്ച്വലി ഇൻ ബിഗിനിങ്ങിൽ നമ്മൾ ഇതിനൊക്കെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മണ്ണ് വേണം. മണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, പരിഹരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഫണ്ടിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. മെഗാ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഫണ്ടിൻ്റെ പ്രശ്നവുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നമ്മൾ പണി തീർത്തിട്ട് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മെഗാ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. ഇന്ത്യയിലെ വലിയ കമ്പനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പേ കുവൈറ്റിൽ 225 കോടി $1 മില്യൺ പ്രോജക്റ്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിലും വിദേശത്തും വളരെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് മെഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അപ്പോൾ അവർക്ക് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ ഈ ചോദിക്കാൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടിട്ടാണെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക പ്രോജക്റ്റിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ അതെന്തെങ്കിലും കാര്യം ഉണ്ടാകാനെന്ന് പറഞ്ഞതാണെങ്കിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ഇറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ. എന്തായാലും ഈ ദേശീയപാത എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാവും കേരളത്തിൽ ഉണ്ടാവുക? ഞാൻ ഒറ്റ കാര്യം പറയാം. ഇവരുടെ മെഗാ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഈ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് 100 100 120. ഞാൻ പറയാൻ ഒരു പോലീസ് ഓഫീസർ നേരിടുന്ന പറയാൻ പാടില്ലായിരുന്നെങ്കിലും എൻ്റെ ഡ്രൈവറെ എൻ്റെ എടുത്തിട്ട് 145 ഇതിലാണ് അവിടെ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വിട്ടത്. ശരിക്കും 100 നമ്മൾ ആവറേജ് എടുത്താൽ തന്നെ 100 സ്പീഡിൽ പോകാൻ പറ്റിയാൽ തന്നെ നമുക്കിപ്പോൾ ഒരു 600 മീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ 600 കിലോമീറ്റർ പോകണമെങ്കിൽ 6 മണിക്കൂറല്ലേ വേണ്ടൂ. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പോകണമെന്നുണ്ടെങ്കിൽ 6 മണിക്കൂറല്ലേ വേണ്ടുള്ളൂ. 100 എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. 100 എടുത്ത് എവിടെയും നിൽക്കാതെ ഒരു 6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എത്താന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. നിങ്ങൾ വന്ദേ ഭാരതിനെക്കാട്ടി സ്പീഡിൽ പോകാൻ പറ്റുമല്ലോ. ബിഗ് തിങ്. അത് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം തന്നെ നമുക്കിപ്പോൾ രാവിലെ തിരുവനന്തപുരം പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇത് ഇപ്പോൾ നടക്കേണ്ട ഒരു പദ്ധതിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടക്കേണ്ടതായിരുന്നില്ലേ? ശരി. അതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. പലരും ഇങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഈ എക്വിസിഷനൊക്കെ നടക്കുമ്പോൾ എങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ള വിചാരിച്ചിട്ടായിരിക്കാം പല ഗവൺമെൻറ് ഇത് മാറ്റി വെച്ചു. ഇവർ ഇച്ഛാശക്തിയോടുകൂടെ ആരോ എന്ന് ഞാൻ പറഞ്ഞ ഇത് ലാസ്റ്റ് ബസ്സാണ്, ഈ ബസ്സും കൂടി പോയി കഴിഞ്ഞാൽ നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹവുമായിട്ടുള്ള ഒരു ധാരണക്ക് കേരള ഗവൺമെൻറ്റായിട്ടുള്ള എടുത്തു. അവർ ധൈര്യം കാണിച്ചു. ആ ധൈര്യം കാണിച്ചപ്പോൾ അതുകൊണ്ടാണ് 45 മീറ്ററിൽ എന്ന് പറഞ്ഞത്. 45 മീറ്ററിലാണ് ചെയ്യുന്നത്. 45 മീറ്ററിൽ ഡ്രെയിനേജ്, സർവീസ് റോഡ്, മെയിൻ കാരേജ് വേ അതൊക്കെ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലത്തെ ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് സോയിൽ സ്ലൈഡിങ് വരുന്നത്. അതിനും ശരിക്ക് ടെക്നോളജികളൊക്കെ ഉണ്ട്. സോയിൽ നെയിലിംഗ് ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോയിൽ നെയിലിംഗും എല്ലാം ഫെയിലിയർ ആയിപ്പോയ സ്ഥലങ്ങളിലാണ് ഇപ്പം ലാൻഡ് തന്നെ അക്വയർ ചെയ്യാണ്. ലാൻഡ് അക്വയർ ചെയ്തിട്ട് അത്തരം സ്ഥലങ്ങളിൽ ഗവൺമെൻറ് റെഡി ആയിരുന്നല്ലോ, വീരമലക്കുന്നിൻ്റെ ആയിട്ടൊക്കെ കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ വലിയ ഒരു അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തി എന്നുള്ളത്. ഇത് കേന്ദ്ര ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട
റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതിലെന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ? ഞങ്ങളാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന നമുക്ക് ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നടക്കുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള സംസ്ഥാന സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പോകേണ്ടത്? ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാനൊക്കെ എത്രയോ കാര്യങ്ങൾ പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഞാനത് പറയുമ്പം എന്ന് പറഞ്ഞാൽ ഞാനതൊരു കോൺട്രവേഴ്സിയിലാണെന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ചില കളക്ടർമാർ കാസർഗോഡ് കളക്ടർ ബെസ്റ്റ് കളക്ടറാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും. എന്നാൽ ചില കളക്ടർമാർ എനിക്ക് 2 ഡിസ്ട്രിക്റ്റാണ് ഉള്ളത്, കാസർഗോഡും കണ്ണൂരും. തുടക്കത്തിൽ ഞാൻ എന്തോന്നാലും വിചാരിച്ചിട്ടില്ല, നിന്നിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മാറിയിട്ട് പക്ഷേ ഞാനത് കോൺട്രവേഴ്സി ആവുന്നതുകൊണ്ട് പറയുന്നില്ല. അവരെയൊക്കെ ശരിക്ക് പിന്നെ ഗവൺമെൻറ് പിന്നീട് കൺട്രോൾ ചെയ്തു തോന്നുന്നു എനിക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇടപെടൽ ഏത് രീതിയിലാണ്? വളരെ അദ്ദേഹം വളരെ വളരെ നല്ല രീതിയിലാണ് പിന്നെ ഈ കാര്യങ്ങളിലൊക്കെ പിന്നെ ഈ നാഷണൽ ഹൈവേൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കും സ്റ്റാഫിനും പിന്നെ മറ്റു മന്ത്രിമാർക്കും നല്ല ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. വാട്ടവർ നമ്മുടെ പിന്നെ പോലീസ് നമ്മുടെ പിന്നെ DIG അടക്കം നമ്മളിന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ CMൻ്റെ ഡയറക്ഷൻ ഉണ്ട്. ഇത് നാഷണൽ ഹൈവേൻ്റെ കാര്യത്തിൽ വളരെ പിന്നെ പ്രയോറിറ്റി ഒക്കെ ഈ ഗെറ്റ്സ് ദ ഡയറക്ട് ബിക്കോസ് ചീഫ് മിനിസ്റ്റർ നമ്മളോട് ഡയറക്ടറിലല്ലോ പറയാം. അത് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരായ പിന്നെ മുഖ്യമന്ത്രിയോടൊക്കെ പിന്നെ DIGമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ. അതിൻ്റെ ആ പ്രയോറിറ്റിയാണല്ലോ അവിടെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തായാലും ആ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ദേശീയപാത യാഥാർത്ഥ്യമാക്കിയതിൽ പിന്നിൽ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എനിക്കിതിനകത്ത് പൊളിറ്റിക്സിൽ ഒരു ഭാഗമാകുന്നതിൽ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ കാണുന്ന കാര്യമാണല്ലോ. മനസ്സിലായില്ലേ? അത് തീർച്ചയായിട്ടും അതിൻ്റേതായ ഇതുണ്ട്. പിന്നെ ഉണ്ട്. നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ഇടപെടുന്നതാണ്. ഈ ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ ഇപ്പോൾ ട്രെയിനുകൾ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയൊക്കെ ഇപ്പോഴുണ്ട്. അപ്പോൾ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ ട്രെയിനുകളിലെ തിരക്കും ഒന്ന് കുറയും. ഒരു 4-5 ആളുകൾ ഉണ്ടെങ്കിൽ കാറിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ട്രെയിൻ യാത്രയേക്കാൾ കൂടുതൽ ലാഭകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരാൻ. ഇപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ ഒരു പോയിന്റാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. ആ നാഷണൽ ഹൈവേ പറയുന്ന 100 മീറ്ററിൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ 600 മീറ്റർ 6 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഇപ്പോൾ അതിനെ കൊണ്ട് ട്രെയിൻ കുറയാതെ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടില്ല. ഈ പഠനത്തെ നിങ്ങൾക്ക് ബേസിക്കായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ, അതിനൊരു ബേസായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഹാസ് എ മീനിങ്. മറ്റതിപ്പോൾ ഞാൻ നോക്കണ ട്രെയിനിൽ എത്ര ആൾ വരുന്നുണ്ട്, എത്ര ആൾ ട്രെയിൻ ക്യാൻസൽ ആകുന്നുണ്ട്, അയാൾ യാത്ര ക്യാൻസൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ നമ്മൾ ഒരു പഠനം നടത്തണം. അങ്ങനെ നടത്തിയിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ ഒരു പ്രാഥമികമായ ഒരു കണക്ക് പ്രകാരം ഞാൻ ഇതാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ആൾ തയ്യാറാവും. നല്ല വണ്ടിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും കാറുകൾ, നല്ല നല്ല കാറുകളുണ്ട്. നമുക്കെന്തിനാ പിന്നെ ഇത് വന്ദേ ഭാരതത്തിന് പോകുന്ന രാവിലെ 5 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 11 മണിക്ക് എത്തി 12-1 മണിക്ക് ബസ് മടങ്ങി വന്നുതരാന്നുള്ളൊരു ചിന്തിച്ചാൽ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വരൂല. ഇപ്പോൾ പിന്നെ റോഡ് പൂർണ്ണമാവുമല്ലോ. അപകട സാധ്യത കുറയും ഈ വൺ വേ സിസ്റ്റം. എല്ലാവരും അതിൽ ബോധവാന്മാരാവണം. പിന്നെ ഈ 3 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലൈൻ എങ്ങനെ യൂസ് ചെയ്യണം, മറ്റതൊക്കെ അതൊക്കെ വന്നോളൂ. കാർ ഓടിക്കാൻ മറിച്ച് കഴിഞ്ഞാൽ പിന്നെ റോഡിലൂട്ട് എങ്ങനെ കാർ ഓടിക്കണം എന്ന് പഠിപ്പിക്കേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല. അതെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. തുടക്കത്തിൽ ചെറിയ ഇതൊക്കെ വരുമെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടും. എന്തായാലും ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ ഒരു മുഖച്ഛായ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മറ്റൊരു തലത്തിലേക്ക് കേരളം മാറും. തീർച്ചയായിട്ടും കേരളം ഒന്നായി. കണ്ണൂർ ജില്ല, തിരുവനന്തപുരം ജില്ല, മറ്റേ ജില്ല എന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ നേരത്തെ തലശ്ശേരിയിലും മറ്റേ പയ്യന്നൂരും കണ്ണൂർ ടൗണിൽ നിന്ന് തലശ്ശേരിയിലും പയ്യന്നൂരിലും പോയ അതേ അവസ്ഥയായില്ലേ? തിരുവനന്തപുരം ആയാലും മറ്റേ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും. എന്തായാലും ഈ റിട്ടയർഡ് ജീവിതം എന്ന് പറയുന്നത് പോലീസിൽ ഏറെ കാലം വലിയ തസ്തികകളൊക്കെ ജോലി ചെയ്തു, അതിനുശേഷം റിട്ടയർഡ് ജീവിതം, ആ റിട്ടയർഡ് ജീവിതം വീട്ടിലിരിക്കാനുള്ളതല്ല എന്നുകൂടി തെളിയിക്കുകയാണ് താങ്കൾ. തെളിയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തന്നെ ഇപ്പോൾ ഓവറായി വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ പിന്നെ എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടി, എക്സ്പോർട്ട് ഓർഡറൊക്കെ വെച്ച് എൻ്റെ കയ്യിൽ കിടക്കുകയാണ്. വളരെ വലിയൊരു ബിസിനസ്സിൻ്റെ. പക്ഷെ എനിക്ക് അതിനകത്ത് ഇറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ എൻഡിലാണ്. അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാനും പറ്റാത്ത ഇതാണ്. പിന്നെ നാട്ടിൻപുറത്തൊരു പറച്ചിലുണ്ടല്ലോ, കഴിച്ചിട്ട് പിന്നെ ഇറക്കാനും പറ്റുന്നില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഈ പോലെ വിദേശ യാത്രകളൊക്കെ വളരെ ആസ്വദിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനൊക്കെ ഒരു സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും എൻ്റെ മക്കളിപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അതും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റൂല. നമ്മളെല്ലാം ഒരു
നമ്മളൊക്കെ സർവീസ് തുടങ്ങിയതിൻ്റെ ഒരു റെസ്പോൺസിബിൾ പ്രസിഡന്റ്. നമ്മളെല്ലാം ഇങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ നേരത്തെ ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഈ പിന്നെ നാഷണൽ ഹൈവേ ഇതിൻ്റെ കാര്യം എപ്പോഴും ഞാൻ തൻ്റെ പേഴ്സണൽ ബിസിനസ്സിനെ മാറ്റിവെച്ചതും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇത് തന്നെയാണ്. ഈ നാഷണൽ ഹൈവേയിൽ ഇപ്പോൾ എന്ത് തന്നെയായാലും 31 മാർച്ച് ആകുമ്പോൾ ഫിനിഷ് ആക്കണമെങ്കിൽ നമ്മുടെയൊക്കെ റോള് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ചെയ്തേ പറ്റും. എന്തായാലും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം അത് മികച്ച രീതിയിൽ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം. ആ അഭിമാനകരമായ നേട്ടത്തിലേക്ക് VK അബ്ദുൾ നിസാർ എന്ന റിട്ടയർഡ് പോലീസ് ഡെപ്യൂട്ടി കമാൻഡന്റ് കൂടിയായ അദ്ദേഹത്തിന് എത്താൻ കഴിയും എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലുമുണ്ട് ആ ഇച്ഛാശക്തി നിറഞ്ഞ കാര്യങ്ങൾ. ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പലവിധ ആശയങ്ങളുണ്ട്. നമ്മുടെ കണ്ണൂരിനെ പഴയകാല പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. അതോടൊപ്പം തന്നെയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മാർച്ച് 31 തങ്ങളുടെ 2 റീച്ചുകളാണ് മെഗാ കൺസ്ട്രക്ഷൻസ് ഏറ്റെടുത്തിട്ടുള്ളത്. അത് രണ്ടും മാർച്ച് 31 തന്നെ പൂർത്തിയാക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. എന്തായാലും കേരളം മാറുകയാണ്. അതോടൊപ്പം തന്നെ സ്പോർട്സ് രംഗത്തും നമുക്ക് വലിയ മാറ്റങ്ങൾ, ഫുട്ബോൾ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അതിനുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പോലീസ് സേനയെ നയിച്ചതിന്റെ അതേ ആത്മവിശ്വാസത്തോടുകൂടി അതേ പക്വതയോടുകൂടി ഈ കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും അദ്ദേഹം നയിക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ നയിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് VK അബ്ദുൾ നിസാറിന്. ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും കണ്ണൂർ വിഷന്റെ കൂടി പിന്തുണ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.